അപ്പൊ മച്ചാന്മാരെ നമ്മുടെ മീൻ പേരെന്താണ്? അരാപ്പൈമ. മോൺസ്റ്റർ ഫിഷ്. ഏകദേശം 40 കിലോന് മുകളിൽ വരുന്ന നമ്മുടെ മോൺസ്റ്റർ ഫിഷ് അരാപ്പൈമയാണ് ഇരിക്കുന്നത്. മീൻ കൂട്ടണേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഗ്രില്ലടിക്കാൻ പോവാണ്. പിന്നെ അത് നേരം കളയുന്നില്ല, നേരെ നമ്മൾ ഇതിന്റെ തൊലി ചെത്തി സൂപ്പർ ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മളത് സംഭവം ഇതിന്റെ ഷെല്ല് നമ്മൾ ചെത്തി മാറ്റാൻ പോവാണ്. ആഹാ, ഓക്കെ, നല്ല അടിപൊളി കഴുകി സുന്ദര കുട്ടപ്പനാക്കി എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ വയറ് നമ്മൾ കീറി അങ്ങനെ എടുക്കുകയാണേ. അമ്പോ, അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മുട്ടയും സെറ്റപ്പ് ഒക്കെ ഉണ്ടാ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അത് നമ്മളെടുത്ത് കാട്ടിക്കളയേ. വെള്ളം കോരി കുളിച്ചും പിന്നെ ഇരിക്കുമെന്ന് ചെറിയ ആഴത്തിൽ അങ്ങോട്ട് വരഞ്ഞു കൊടുക്കണം. കാരണം പൊള്ളിക്കുന്ന സമയത്ത് എല്ലാ മസാലയും കയറി പിടിക്കാനുള്ളതാണ്. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെത്തി സെറ്റ് ആക്കി നമ്മുടെ അവസാനം വാല് വരെ നമ്മൾ ചെത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കുട്ടികൾ തേക്കുള്ള മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി പൗഡർ അത്യാവശ്യം വേണം കേട്ടോ, കാരണം ഇത്ര വലിയ മീനല്ലേ. കുരുമുളക് പൊടി കേട്ടാ, നല്ല എരിവ് വേണം കേട്ടോ സാധനത്തിന്. ഇനി നമ്മുടെ മഞ്ഞപ്പൊടി കേട്ടാ. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതേ ചെറുനാരങ്ങ എടുത്ത് നേരെ നീര് നമ്മളത് നമ്മുടെ പൊടികളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇനി ഇത്ര സാധനങ്ങൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നേരെ നമ്മുടെ ബട്ടർ എടുത്ത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടാ. നല്ല കിടുക്കാച്ചി ബട്ടറുകൾ കേട്ടോ. അത് വെച്ചിട്ട് നേരെ നമ്മൾ ഇതായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചങ്ങനെ എടുക്കാം. ചെറിയ ബട്ടറിൻ്റെ പീസൊക്കെ അവിടെ കിടക്കണം. അത് കുറച്ച് കഴിയുമ്പോൾ അലിഞ്ഞു കൊടുക്കണ്ട. ബട്ടറിൻ്റെ ചെറിയ കുഞ്ഞു പീസുകളൊക്കെ ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോഴേക്കും അലിഞ്ഞ് റെഡി ആക്കി കിട്ടും. നമ്മുടെ മസാലയ്ക്കുള്ള മിക്സ് നമ്മൾ റെഡി ആക്കി എടുത്തുട്ടാ. ഇനി നമ്മൾ ഉണ്ടാക്കിയ മസാല നമ്മൾ കോരി എടുത്ത് നമ്മുടെ മീനിൻ്റെ മേത്തിട്ടിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കാൻ പോകണ്ട. നോക്കി തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം. നോക്കി ആ വരിയിട്ടേക്കണ ഭാഗത്തൊക്കെ അങ്ങോട്ട് മസാല ഇറങ്ങണം കേട്ടോ. കേട്ടാ ഇതേപോലെ അങ്ങോട്ട് ഇറങ്ങണം. അപ്പൊ നമ്മുടെ മീൻ കൂടിന്റെ പൊതിയായിട്ട് അലുമിനിയം ഫോയിൽ വിരിച്ച് അതിന്റെ മുകളിലേക്ക് നമ്മുടെ വാഴല നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. മൈ ബോയ് കമോൺ. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു കുഞ്ഞി വാഴയും കൂടി എടുത്ത് നേരെ മൂടിയിടാം. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് പൊതിയാട്ടാ. അങ്ങനെ നമ്മുടെ 40 കിലോ ഉള്ള മോൺസ്റ്റർ അരാപ്പൈമ ഫിഷിനെ നമ്മളിത് കനലുമ്മ കയറ്റാണ്. അങ്ങനെ മറ്റേ ഏകദേശം 2 മണിക്കൂറത്തെ നമ്മുടെ കുക്കിങ്ങിന് ശേഷം നമ്മുടെ കുട്ടാപ്പിനെ നമ്മള് വീരമേനാക്കി കൊണ്ടുപോകാട്ടോ. ഞാൻ തുടങ്ങി. അപ്പോൾ നമ്മളുടെ ഏകദേശം 2 മണിക്കൂറിന്റെ അടുത്ത് നമ്മൾ നല്ല വേവിച്ചെടുത്ത നമ്മുടെ അരാപ്പൈമ നമ്മൾ തുറക്കണ്ട. ഓ എന്റെ പൊന്നു കിളിക്കോ, നമ്മുടെ അരാപ്പൈമ മീന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയേ. നമ്മുടെ ആവി പറക്കണം മീനാട്ടാ. കണ്ടാ ഓക്കെ, ആവി പറക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് ആവി പറക്കണം മീൻ. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സോസിൽ വെക്കണോ? സോസിൽ വെക്കാൻ ടേസ്റ്റ് പോകും. എന്റെ ദൈവം മൊത്തം കഴിച്ചു ചോറിനുണ്ട് 2 ആഴ്ചത്തേക്ക്. സംഭവം നമ്മൾ ഇതുവരെ കഴിക്കാത്ത മീനായതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും. പക്ഷെ സംഭവം കഴിച്ചു കഴിഞ്ഞപ്പോ കിട്ടില്ല ടേസ്റ്റ്.